എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ. അങ്ങേ പോലെ വേറാരുമില്ലായേ, ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്ത. സുഭാഷിതം. ക്രിസ്തുമതത്തിന്റെ ആവിർഭാവം മുതൽ ഇന്ന് വരെ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡനങ്ങളും അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരെ വളരെ വ്യാപകമായി നടന്നുവരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരായ സമകാലിക പീഡനങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. പീഡിപ്പിക്കും തോറും സഭ വളരുന്നതായി നാം കണ്ടുവരുന്നു. അതിന്റെ കാരണം മറ്റൊന്നല്ല, അവരുടെ പ്രത്യാശ നിത്യരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 15-19 പൗലോസ് പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. If in this life only we have hope in Christ, we are of all men the most pitiable. പുനരുത്ഥാനം പ്രാപിച്ച ഒരു യേശു ക്രിസ്തുവിനെയാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും അവിടുന്ന് ഉയർപ്പിക്കുന്നു. പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവിടുത്തെ വരവിങ്കൽ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് അവിടുത്തെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവരെ നിശ്ചയമായും ക്രിസ്തു ഉയർപ്പിക്കും. യേശു കർത്താവ് പഠിപ്പിച്ചത്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. പീഡിപ്പിക്കും തോറും ക്രിസ്തുവിന്റെ അനുയായികൾ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണവും ഇതുതന്നെയാകുന്നു. തെർത്തുല്യൻ എന്ന സഭാപിതാവ് പറഞ്ഞിരിക്കുന്നത്, ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണെന്ന്. UK-യിലെ ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയാണ് വെസ്റ്റ് മിൻസ്റ്റർ അബേ. അബേയുടെ ഗ്രേറ്റ് വെസ്റ്റ് ഡോറിന് മുകളിൽ തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ആധുനിക രക്തസാക്ഷികളുടെ 10 പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും നിരവധി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള രക്തസാക്ഷികൾ ഇതിൽ ഉൾപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇവർ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ടവരോ പീഡിപ്പിക്കപ്പെട്ടവരോ ആണ്. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, സെന്റ് ഓസ്കാർ റൊമാറോ, എസ്തേർ ജോൺ, ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. നാം ജീവിക്കുന്ന ഈ കാലയളവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത് കൊണ്ട് എത്രയോ പേർ രക്തസാക്ഷിത്വം വഹിക്കുന്നതായി നാം കാണുന്നു. 2024 മാത്രം ഏകദേശം 5000 ക്രിസ്ത്യാനികൾ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവാനാണ് നമ്മുടെ അരുമനാഥൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് അരുളി ചെയ്ത യേശു കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നാണ് കർത്താവ് തന്ന വാഗ്ദത്തം. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ അവിടുന്ന് ഉയർപ്പിക്കും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്കെണ്ണാം. ആകയാൽ ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വയ്ക്കാതെ നിത്യജീവനായുള്ള പ്രത്യാശയിൽ നമുക്ക് യേശു കർത്താവിൽ വിശ്വസിച്ച് അവിടുത്തെ വരവിനായി നോക്കിപ്പാർത്ത് വിശുദ്ധിയോടെ ജീവിച്ച് നിത്യതയിലെത്തുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.